ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, തകർന്നുപോയ കുടുംബങ്ങളെ, മരണങ്ങൾ സംഭവിച്ച കുടുംബങ്ങളെ, ദുഃഖത്തിൽ ആണ്ടുപോയ കുടുംബങ്ങളെ, ഡിപ്രഷൻ ബാധിച്ച വ്യക്തികളെ, ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ആശയമില്ലാത്തവരെ, ആത്മവിശ്വാസമില്ലാത്തവരെ, ആത്മധൈര്യത്തിന്റെ അഭിഷേകം അവരിലേക്ക് ആവഹിക്കപ്പെടട്ടെ. ശ്രുതികടെ ഒരുമിച്ച് ആരാധന. പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, കാലവർഷത്തിന്റെ കെടുതികളെ അനുഭവിക്കുന്ന കുടുംബങ്ങളെ, കാർഷിക തകർച്ച, തൊഴിൽ തകർച്ച, മത്സ്യബന്ധന തകർച്ച, സാമ്പത്തിക ഭാരങ്ങളാല് നട്ടം തിരിയുന്നവരെ ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പുതിയ വെളിച്ചവും പുതിയ വഴികളും ലഭിക്കുവാൻ കർത്താവിന്റെ പ്രകാശം, കർത്താവിന്റെ പ്രസാദം ഈ ഹോളിലെ പ്രാർത്ഥിക്കുന്ന, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും നിറയട്ടെ, എല്ലാവരിലും നിറയട്ടെ. ഒരുമിച്ച് എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവപ്രസാദം നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. കർത്താവ് നമ്മളെ വിളിച്ചു വരുത്തിയതാണ്. നിന്റെ കണ്ണീരിന്റെ കാലത്ത് കർത്താവ് നിന്നെ വിളിച്ചു വരുത്തിയതാണ്. അവിടുത്തെ അമ്മയുടെ ചിറകിലെ സാന്ത്വനത്തിന്റെ കരങ്ങളിലെ നിന്നെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. കൈയടിക്കട്ടെ, ഒരുമിച്ച് എല്ലാവരും പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Help those who have all kinds of troubles. കർത്താവിന്റെ വചനമാണ് 1 കൊരിന്ത്യർ 1:4. എല്ലാ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവിൻ. ദൈവത്തിന്റെ വചനത്തിന്റെ ലക്ഷ്യം എന്താണ്? എല്ലാ തരത്തിലും കൃപാസനം നോക്കിയാൽ, സാക്ഷ്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ ദൈവം അമ്മയുടെ മധ്യസ്ഥലെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതികട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ ആദ്യം ഒരു സാക്ഷി, ഇന്ന് ഈ ആഴ്ചയിലുണ്ടായ ഒരു സാക്ഷ്യം പറയാൻ. പെട്ടെന്ന് ആ സാക്ഷ്യം ഇപ്പോൾ 35,000 പേര് കൂടിയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ സാക്ഷ്യം ഒന്ന് നോക്കുന്നത് കൊള്ളാം. അതൊരു മാതൃകാ സാക്ഷ്യമാണ്. മാതൃകാ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ എല്ലാ കണ്ടൻറ്റ് വൈസുകളും റിച്ചായിരിക്കും. ഉടമ്പടിയിൽ കുറേ കാര്യങ്ങളില്ലേ. ഉടമ്പടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉടമ്പടി എപ്പോഴും ഈ ക്രിസ്തു എങ്ങനെയാണ്, ഈശോ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകും അല്ലേ. ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണത്. ഇവിടെ കടലുണ്ട്, അതേസമയം തന്നെ തീരവുമുണ്ട്. കടൽ ശാന്തമാകുന്ന സ്ഥലമുണ്ട്, സമയമുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകുന്ന സമയമുണ്ട്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗങ്ങളാണ്. കടൽ പ്രക്ഷുബ്ധമാകുന്നത് നല്ല മഴയും കോളും ഉണ്ടാകുന്ന കാലത്ത് കടൽ പ്രക്ഷുബ്ധമാകും. അപ്പോൾ പ്രക്ഷുബ്ധമാകേണ്ട മഴയും കോളും നമ്മൾ മാർച്ച് മാസത്തിലേ മാത്രമേ ഇപ്പോൾ വരൾച്ചയുള്ളൂ. നമ്മൾ ഡിസംബർ മാസം മുതൽ വരൾച്ച തുടങ്ങും. അപ്പം മാർച്ച് മാസം വരെയുള്ള വെള്ളം ഉണ്ടാക്കുന്നത് ഇപ്പോഴാണ്. ഈ ഭൂമിയിലെല്ലാം വെള്ളമെല്ലാം പോയി കായലിലും പുഴയിലുമൊക്കെ കെട്ടി എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ മാർച്ച് മാസത്തിലും നല്ല വരൾച്ച ഉള്ളപ്പോഴും ജപ്പാൻ കുടിവെള്ളമായിട്ട് ടാങ്കിലടിച്ച് കയറ്റിയിട്ട് ബ്ലീച്ച് ചെയ്ത് നമുക്ക് തരികയാണ്. അപ്പോൾ ഇത് ഈ സമയത്ത് മഴ വേണ്ട, കടൽക്ഷോഭം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഉണ്ടാകാത്തല്ലേ. പക്ഷേ നമുക്കെന്ത് പറ്റും, ഡിസംബർ മാസം മുതൽ വരൾച്ച ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് എല്ലാം. ഈശോ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിങ്ങളോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 20:13. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. ഒരു ദിനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്. അതിതാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും കർത്താവിന് ഓരോ പദ്ധതിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മളോട് അനീതി ചെയ്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവപിതാവ് ഈശോയോട് അനീതി ചെയ്തെന്ന് നമ്മൾ പറയേണ്ടി വരും. ഈശോ പറയണത് എനിക്ക് കിട്ടിയ പീഡാനുഭവത്തെ ഞാൻ അനീതിയായിട്ട് കാണുന്നില്ലെന്നാണ് പറയണത്. അതാണ് കർത്താവിൻ്റെ കാഴ്ചപ്പാടെങ്കിൽ നമ്മൾ കർത്താവിനെ സ്വീകരിക്കണം. നമ്മുടെ കാഴ്ചപ്പാടും നമ്മൾ സങ്കടങ്ങളോട് അസഹിഷ്ണുത കാണിക്കേണ്ട. അതെന്താണ്, നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എന്തു ചെയ്യണം, വിളമ്പണത് ഭക്ഷിക്കുക. അതാണ് കർത്താവിൻ്റെ നിലപാട്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 10:8. ലൂക്ക 10:8 ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അടുത്ത വചനം എന്താ? അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. അപ്പം നിങ്ങളെ സ്വീകരിക്കുന്നവർ, ഇപ്പം നിങ്ങളൊരു പത്രം തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അവർ നിങ്ങളോട് അയ്യോ ഇത് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ക്ലിയർ. അത് സ്വീകരിക്കുന്നവരുമുണ്ട്, സ്വീകരിക്കാത്തവരുണ്ട്. അപ്പോൾ അവരോട് സ്വീകരിക്കാൻ പറഞ്ഞിട്ടില്ല, അവർക്ക് കൃപയില്ല. കർത്താവിനെ സ്വീകരിക്കാനുള്ള കൃപ അവർക്കില്ല. അപ്പോൾ അവരോട് കർത്താവ് വിളിച്ച പോലെ കർത്താവിനോട് ഒരാൾ തർക്കിച്ചില്ലേ, ഞാൻ രാവിലെ മുതൽ പണിപ്പെടുന്നതാണ്, എനിക്കൊരു ധനാറ് കിട്ടിയെന്ന് പറയുമ്പോൾ ഈശോ എന്താ പറയുന്നത്, സ്നേഹിത, നയപരമായിട്ടാണ് സംസാരിക്കുന്നത്. സ്നേഹിത, ഞാൻ നിന്നോടൊരു അനീതിയും
സൗമ്യത ഒരു പ്രധാനപ്പെട്ട സുവിശേഷ വേലക്കാരന് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സൗമ്യത. ബേസിക്കായിട്ട് ആരാണ് ഉടമ്പടി എടുത്തവർ? കഴിഞ്ഞ ദിവസങ്ങളിലെ ടിജി ജസ്റ്റോ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷിയുണ്ട്. അപ്പോൾ അവള് ടിജി ജസ്റ്റോ നല്ല സാക്ഷിയാണ്, നിങ്ങൾ വായിക്കണേ. ഈ സാക്ഷ്യത്തിൻ്റെ ഇതിൻ്റെ ബയോളജിക്കൽ ഗ്രോത്ത് എന്ന് പറയണത് ജീവശാസ്ത്ര വളർച്ച എന്ന് പറഞ്ഞ രസമാണ്. ഇതിൻ്റെ അവസാന ഭാഗങ്ങൾ ടിജി പറയണത്, ഞാൻ കാനഡയിൽ -30 ആകുമ്പോൾ ഞാൻ 3/4 മണിക്കൂർ നടന്നു കൊണ്ടുപോയി ഈ പത്രം കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രമാണ് അവർ വാങ്ങിക്കുന്നത്. ഒരു കെട്ടല്ല 5 കെട്ട് പത്രമാണ് വാങ്ങിക്കുന്നത്. ഞങ്ങളുടെ ഒരു അവസ്ഥയിൽ 5 കെട്ട് മേടിക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് കൊടുക്കാൻ ഞാൻ ആൾക്കാർ അറിഞ്ഞവർക്ക് കൊടുക്കത്തില്ല, ഞാൻ ഇംഗ്ലീഷുകാർക്കാണ് കൊടുക്കണത്. ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഇംഗ്ലീഷുകാരെ നോക്കിയാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഉൾനാട്ടിലേക്ക് നടന്നു പോകേണ്ടി വരും. അപ്പം നടക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ അവിടെ ചെന്നപ്പോൾ അന്ന് 20 പോസിറ്റീവ് +20. 20 പോലും എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഇപ്പം ഇവരെന്താ പറയണത്? 50 പറയണത്. 20 കൂടിയിട്ട് 0 ആയിട്ട് പിന്നെ -20. നമ്മുടെ കൈ പുറത്ത് വന്നാൽ മരവിച്ചാൽ ചിലപ്പോൾ അത് ചെത്തിക്കളയാനേ പറ്റത്തുള്ളൂ. -30 എന്ന് പറയണത്. -30 ഈ കൃപാസനം പത്രവും കൊണ്ട് ഇംഗ്ലീഷുകാർ കർത്താവിനെ നിന്ന് അകന്നു പോകുന്ന ഇംഗ്ലീഷുകാരെ തിരക്കി ഇവർ പോവുകയും. അപ്പോൾ ചെന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞു, സാർ ഐ എം എ മരിയൻ മിഷണറി. പരിചയപ്പെടുത്തണത് തന്നെ കേട്ടാൽ നമ്മുടെ തൊണ്ടയിടറും. എന്തോ ഒരു വല്ലാത്തതാണ്. ഇത് അവരോട് പറയണത്, സാർ ഐ ആം എ മരിയൻ മിഷണറി. എന്താണ്? ഞാൻ ഈ മഞ്ഞിൻ്റെ അകത്ത് നടന്ന് ഇവിടെ വന്ന് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഞാനൊരു മരിയൻ മിഷണറി ആയതുകൊണ്ടാണെന്ന്. കർത്താവിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു പ്രേക്ഷിതയാണ്. ഇതാണ് ഈ പ്രേക്ഷിതരെന്ന് പറയണത്. വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിന് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ വിഷയം മറക്കണം, ദൈവത്തെക്കുറിച്ച് ഓർക്കണം. ഇതാണ് ഉടമ്പടിയിൽ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉറപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിഷയം നിങ്ങൾ മറക്കണം. നമുക്ക് ചില സമയത്ത് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയണത്, നമ്മൾ ദൈവത്തെക്കുറിച്ച് ഓർക്കത്തുമില്ല, നമ്മുടെ വിഷയം തന്നെ നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. അതാണ് ഉടമ്പടി. അത് ചിലർക്കത് ഉടമ്പടി ഫയറാകാത്തതിൻ്റെ കാരണം അതാണ്. നമ്മുടെ വിഷയം ദൈവത്തെക്കുറിച്ച് ഓർക്കണത് രാവിലെയുള്ള പ്രത്യക്ഷ പ്രാർത്ഥന ഓർക്കും. വൈകുന്നേരം നിങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയുണ്ട്, അതും പ്രത്യക്ഷീണ പ്രാർത്ഥന പോലെ തന്നെ മസ്റ്റാണ്, പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിവിടെ തിരി കത്തിച്ച് മാതാവിൻ്റെ മുമ്പിൽ ഒന്ന് പ്രഖ്യാപനം ചെയ്തതാണ് ഇതെല്ലാം. അപ്പോൾ താവരെ ഇരുന്ന് വൈകുന്നേരം ചില സമയത്ത് വീട്ടിലുണ്ടാകത്തില്ല. ആ സമയത്ത് നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ 11 മണിയൊക്കെ ആവും. അപ്പോൾ ചിലർ 11 മണിയാകുമ്പോൾ ആ പ്രത്യക്ഷ വന്നിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങളവിടെ ഇല്ലെങ്കിൽ വന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് സന്ധ്യക്കുള്ള ഉടമ്പടി പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത്. അപ്പോഴെന്താ ചെയ്യുക? എന്താ അപ്പോൾ സംഭവിക്കണമെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും. നിങ്ങളിപ്പോൾ ടിജിയുടെ അവസ്ഥ കണ്ട, ടിജിനെ കണ്ടാൽ ഇനി ദൈവത്തോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ബാർഗെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്താ? ടിജി ദൈവത്തിൻ്റെ ആളാണെന്ന് അവൾക്കും അറിയാം, ദൈവത്തിനും അറിയാം. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ ആളാണെന്നുള്ള കാര്യം. ഈ ഭൂമിയിൽ ഉടമ്പടി എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഫുൾ ടൈം ദൈവത്തിൻ്റെ ആളാകാൻ വേണ്ടിയാണ് എടുത്തതെന്ന് പറയണം. നിങ്ങളെ പറയണ IELTS പാസ്സാകാനാണെന്നൊക്കെ പറയുന്നത്, IELTS പോലും ഈ ടിജിയുടെ ജസ്റ്റോ എന്നാണ് ഭർത്താവിൻ്റെ പേര്. ജസ്റ്റോയും ടിജിയും കൂടിയാണ് ഇപ്പോൾ കാനഡയിൽ പോയിരിക്കണത്. ഇപ്പം ജസ്റ്റോയുടെ കാര്യം എന്ന് വെച്ചാൽ, ജസ്റ്റോ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല വേറെ ഒരു രാജ്യത്ത് പോയി വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റോ 10ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ, അത് കഴിഞ്ഞ് പഠിച്ചിട്ടില്ല. പക്ഷേ ടിജിയെ കല്യാണം കഴിച്ചപ്പോൾ ഇവർ കുടുംബമായിട്ട് അവിടെ പോയതാണ്. കാരണം ടിജിക്ക് അവിടെ ജോലി കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇവർ ഒരു ജോലി തിരക്കി പോയതാണ് കുടുംബസമേതം. പക്ഷെ അവിടെ ചെന്നപ്പോൾ കുറേയുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ
ജസ്റ്റോ എന്ന് പറഞ്ഞ ഭർത്താവിന് IELTS എഴുതാതെ അവിടുത്തെ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പറ്റത്തില്ല. ജോലി സംബന്ധമായ കാര്യമോ വിസയോ PR ഒന്നും നടക്കത്തില്ല. അപ്പോൾ ജസ്റ്റോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. എങ്ങനെയാണ് 10ാം ക്ലാസ് മാത്രം പാസ്സായ തനിക്ക് എങ്ങനെയാണ് IELTS പാസ്സാകും? അത് മലയാളം മീഡിയത്തിലാണ്. എങ്ങനെ പാസ്സാകാൻ പറ്റണമെന്ന് അറിയത്തില്ല. പക്ഷേ എന്താ ടിജി എന്താ പറയുക? ടിജിക്ക് ഭയങ്കര ഉറപ്പാണ്, നിങ്ങൾ എഴുത്, നമ്മളെ കൊണ്ടുവന്നത് മാതാവാണ് ഇവിടെ. ഇത് അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാകണം. അങ്ങനെ ഞങ്ങൾ ആദ്യമേ ഇവിടെ വരുന്നത് തന്നെ. ഇവിടെ വന്നു, ഞാനും എൻ്റെ മോനും കൂടെ വന്നു, എൻ്റെ നാത്തൂനും കൂടെ വന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യം ഉടമ്പടി എടുത്തു, അന്നേരം അവരിങ്ങനെ പ്രാർത്ഥിച്ചു പോയി, ഫലമൊന്നും ഉണ്ടായില്ല. രണ്ടാമത് പിന്നെ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോയി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് അവന് അതിനു മുമ്പേ ആണെങ്കിൽ എല്ലാ ഹോട്ടലുകളിലും ഓരോരുത്തരും പറയുന്നിടം എല്ലാം അവനവൻ്റെ CV അയച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരും വിളിക്കാമെന്ന് പറയുന്നതല്ലാതെ ആരും വിളിക്കുന്നില്ല. അവനങ്ങനെ ഭയങ്കരമായി വിഷമിച്ച് ഇങ്ങനെ അങ്ങ് നിരാശപ്പെട്ടത് പോണൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ രണ്ടാമത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ചെന്നപ്പോൾ അവനെ അവൻ്റെ ഒരു കൂട്ടുകാരൻ പയ്യൻ തന്നെ വിളിച്ചു, എടാ ഇവിടെ ഞാൻ നിൽക്കുന്ന ഹോട്ടലിലേക്ക് വേക്കൻസി ഉണ്ട്, നീ പെട്ടെന്ന് നിൻ്റെ CV അയച്ചതാ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ അയച്ചു കൊടുത്തു. അവിടെ അവനിപ്പോൾ ഒരു ചെറിയ ജോലിയുണ്ട് കോഴിക്കോട്. അവനിപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിന് ഫലമായി എനിക്ക് ഒത്തിരി ചെറിയ അനുഗ്രഹങ്ങളും ഒത്തിരിയും അനുഭവങ്ങളും ഉണ്ടായി. ഞാനൊരു ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുക. അവിടെ വെച്ചാണെങ്കിൽ ഞാൻ കുറേ ചായ എടുത്ത ഉടനെ ഇതുപോണക്ക് അതും മറിഞ്ഞ് എൻ്റെ കയ്യെ വീണു. പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിൽ കൊണ്ട് അവർ പറഞ്ഞു ഇത് പൊള്ളി കുടിരും, പിന്നെ മരുന്ന് പുരട്ടി കഴിഞ്ഞപ്പം പറഞ്ഞു അത് പഴുക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് മരുന്ന് പുരട്ടി വന്നു, എൻ്റെ കൈ കൊമളിക്കാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്നെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോയി തൈലവും തേനും പുരട്ടാൻ 2 ദിവസം പുരട്ടി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ കയ്യിൽ ആ പൊള്ളി ഒരു പാട് പോണക്കില്ല. പിറ്റേന്ന് തൊട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റി. എൻ്റെ അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് സാധിച്ചു തന്ന വലിയ അനുഭവങ്ങളും അത്ഭുതങ്ങളുമാണ്. എൻ്റെ അമ്മയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ ഭവനത്തിൽ എനിക്ക് അങ്ങനെ കുടുംബ പ്രാർത്ഥനയെന്ന് പറയുന്ന അങ്ങനെ ഒരു കാര്യം ഒരു നേർച്ച പോണൊക്കെ അങ്ങനെ കഴിച്ചു പോകുന്നതേ ഉള്ളായിരുന്നു. ഇപ്പോൾ ബൈബിൾ വായിക്കാനായാലും കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാനായാലും കാരുണ്യപ്രവർത്തികൾ ചെയ്യാനായാലും ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങി 1ഉം 2ഉം കെട്ട് പത്രം വീതം വാങ്ങി ഞാൻ ഓരോരുത്തർക്കും കൊണ്ടുവന്ന് കൊടുക്കും. ഞാനങ്ങനെ പോകുന്നു. പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും വരുന്നുണ്ടെങ്കിലും എൻ്റെ അമ്മയുടെ കരുണയാൽ അതെല്ലാം അവിടുന്ന് നീങ്ങിപ്പോകുന്നുണ്ട്. അമ്മ അവിടുന്ന് കൂടുതൽ ഞങ്ങളെ ബലപ്പെടുത്തുമെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും അമ്മയുടെ സന്നിധിയിൽ അർപ്പിച്ച് ഞാൻ പോവുക. എൻ്റെ കുഞ്ഞ് SLC പരീക്ഷ എഴുതാൻ പോവുക. പേര് സുമൻ സെബാസ്റ്റ്യൻ. എൻ്റെ മമ്മി ലിസി ആൻ്റണി. ഞങ്ങൾ പ്രവിത്താനം കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. എനിക്ക് വേണ്ടി മമ്മിയാണ് എൻ്റെ മദറിൽ വന്നാണ് ഉടമ്പടി എടുത്തത്. 18 തീയതി ഫെബ്രുവരി 2023 മമ്മി എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. 2 വർഷമായിട്ട് ന്യൂസിലൻഡിന് വേണ്ടി പോകാൻ വേണ്ടി ഒരു വിസയ്ക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുകയായിരുന്നു. ഓരോ തവണ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അസിസ്റ്റൻറ്റ് നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് എയിംസ് പട്നയിൽ വർക്ക് ചെയ്യുന്നു ഗവൺമെൻറ് സെക്ടറിൽ. ഞാൻ ഇന്നലെയാണ് നാട്ടിൽ വന്നത്. മാതാവ് തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് തന്നെ ഇവിടെ വന്നത്. മമ്മിയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. മാർച്ച് 2020 തൊട്ട് ഞാൻ ന്യൂസിലൻഡ് വിസയ്ക്ക് വേണ്ടി ഒരു അപ്ലൈ ചെയ്യുകയാണ്. ആദ്യത്തെ തവണ എനിക്ക് വിസ അംഗീകരിച്ച് കിട്ടുകയും പക്ഷേ കോവിഡിൻ്റെ കാരണങ്ങൾ മൂലം എനിക്ക് പോകാൻ സാധിക്കാതെയും വന്നു. പിന്നെ അതിനുശേഷം ഡിസംബർ 20 2020 ഞാൻ പിന്നെയും വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. പക്ഷേ അന്ന് എൻ്റെ ഏജൻസിക്കാർ പറഞ്ഞത് ലോയർ വഴിയാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതെന്നാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഇമിഗ്രേഷനിൽ നിന്ന് കോൾ വന്നാൽ ഞങ്ങൾ തന്നെയാണ് ചെയ്തതെന്ന് പറയണമെന്ന് ഞങ്ങളോട് ഏജൻസിക്കാർ പറഞ്ഞു. ഞാൻ അതനുസരിച്ച് ഇമിഗ്രേഷനിൽ നിന്ന് സാധാരണ കോളുകൾ വരാറുള്ളതല്ല, പക്ഷേ എനിക്ക് അന്ന് കോൾ വരികയും
ഞാൻ എങ്ങനെയാണോ ഏജൻസിക്കാർ എന്നോട് പറഞ്ഞിരുന്നത് അതനുസരിച്ച് ഞാൻ പറയുകയും ചെയ്തു, ഞങ്ങൾ തന്നെയാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞ്. പക്ഷേ അത് അവർക്ക് മനസ്സിലാവുകയും ഞങ്ങളല്ല ചെയ്തതെന്നും അത് ഞാൻ ഫാൾസ് ആൻഡ് മിസ്ലീഡിങ് ഇൻഫർമേഷൻസ് ഇമിഗ്രേഷന് കൊടുത്തു എന്ന് പറഞ്ഞ് എൻ്റെ വിസ ഡിക്ലൈനായി. അതിനുശേഷം ഓരോ തവണയും വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് വിസ കിട്ടുന്നില്ലായിരുന്നില്ല. ക്യാബ് കോഴ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ 4 തവണ കൂടുതൽ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഓരോ തവണയും ആ പഴയ വിസ ഡിക്ലൈനേഷന് കാരണം പറഞ്ഞ് എൻ്റെ വിസ ഡിക്ലൈൻ ആവുകയാണ് ചെയ്തത്. എൻ്റെ ഹസ്ബൻഡ് ന്യൂസിലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ പോയി ക്യാബ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് എത്രയും തവണ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിന് 2022 മാർച്ചിൽ ഹസ്ബൻഡിന് PR-ന് അപ്ലൈ ചെയ്തു. അതിനകത്ത് എന്നെയും കുഞ്ഞിനെയും വിസയിൽ ഇൻക്ലൂഡ് ചെയ്തു. പക്ഷേ ലിവിങ് ടുഗദർ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ആ സമയത്തും എൻ്റെ PR-നിൽ എൻ്റെ ആപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്യുകയും കുഞ്ഞിനും ഹസ്ബൻഡിനും PR കിട്ടുകയും ചെയ്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഓഗസ്റ്റ് 2022 പാർട്ട്ണർഷിപ്പ് ബേസിൽ പിന്നെയും വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഓഗസ്റ്റ് 23, 2022 3 മാസമായിട്ടും കേസ് ഓഫീസർ അലോക്കേറ്റ് ആവുകയോ ഒരു വിവരവും ഇല്ലായിരുന്നു. എന്താണ് വിസയുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മമ്മി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷെ ഉടമ്പടി ഒന്നും എടുത്തില്ലായിരുന്നു. ഇവിടെ വന്ന് മാതാവിനോട് അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, 3 മാസത്തിന് ശേഷം എൻ്റെ കേസ് ഓഫീസർ അന്ന് അലോക്കേറ്റായി. മമ്മി തിരിച്ചു വരുമ്പോൾ ഞാൻ മമ്മിയോട് പറയാൻ പറ്റുന്നത് എനിക്ക് കേസ് ഓഫീസർ അലോക്കേറ്റായി. അവിടെ കേസ് ഓഫീസർ അലോക്കേറ്റ് ആകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത്രയും വിസ ആപ്ലിക്കേഷൻസ് ന്യൂസിലൻഡിലുണ്ട്. അത് ഭയങ്കര അത്ഭുതമായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നിയത്. അതിനുശേഷം 3 ആഴ്ച പപ്പ ചൊവ്വാഴ്ചയിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഉടമ്പടി ഒന്നും എടുത്തിരുന്നില്ല. പക്ഷേ എന്നാലും ഓരോ ആഴ്ച വരുമ്പോഴും ഓരോരോ ചെറിയ ആപ്ലിക്കേഷൻസിൽ മൂവ് ചെയ്യുന്നുണ്ട് ഓരോരോ കാര്യങ്ങളും. എന്നാലും ഒരു ഫൈനൽ ഡിസിഷൻസ് ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ മമ്മി വന്നേച്ച് പറയുന്നത്, എൻ്റെ മാളെ ഞാൻ പോയി ഉടമ്പടി എടുത്ത് മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മാതാവ് ഉറപ്പായിട്ട് സാധിച്ചു തരുമെന്ന് മമ്മി ഉറച്ച് വിശ്വസിച്ച് പറഞ്ഞു. അതനുസരിച്ച് മമ്മി 18-ാം തീയതി ഫെബ്രുവരി 2023 വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുകയും അത്ഭുതം എന്ന് പറയട്ടെ 5 ദിവസം മമ്മി എന്നിട്ട് ഓരോ ദിവസവും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും, ഇന്ന് കിട്ടുമായിരിക്കും നാളെ കിട്ടുമായിരിക്കും. അപ്പോൾ എന്നും ഞാൻ മമ്മിയെ വിളിക്കും. മമ്മി പറയും ഇന്നും വന്നില്ലോ മമ്മി എന്നിങ്ങനെ പറയുമ്പോൾ മമ്മി പറയും അവളെ മമ്മി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്കെല്ലാവർക്കും കുടുംബമായിട്ട് പ്രാർത്ഥിക്കാം, മാതാവ് തരും ഉറപ്പായി, ഈ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ തരുമെന്ന് മമ്മി അന്നും എന്നോട് ഉറപ്പായിട്ടും പറയുന്നുണ്ട്. അത്ഭുതം എന്ന് പറയട്ടെ വെള്ളിയാഴ്ച എന്ന് പറയില്ല, ബുധനാഴ്ചയ്ക്കുള്ളിൽ വെറും 5-6 ദിവസത്തിനുള്ളിൽ 6-ാം പൊക്കം എൻ്റെ വിസ കിട്ടി. 6-ാമത്തെ അതായത് ഫെബ്രുവരി 23 എൻ്റെ വിസ സാങ്ഷനായി കിട്ടി. അതായത് 6 മാസമായിട്ടും ഒരു അനക്കം ഇല്ലാതിരുന്നതാണ് മാതാവ് ഞങ്ങൾക്കത് സാധിച്ചു തന്നത്. മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് പറ്റിയില്ല, അത്രയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി 3 മാസമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടക്കുന്നില്ലായിരുന്നു. നല്ലൊരു ആൾക്കാർ, ഒരു ക്രിസ്ത്യാനികളായുള്ള ആൾക്കാർക്ക് വീട് കൊടുക്കണമെന്നായിരുന്നു മമ്മി എപ്പോഴും പറയുമായിരുന്നു. നമുക്ക് അങ്ങനെയുള്ളവർ വേണം. പക്ഷേ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് നല്ലൊരു വാടകക്കാരെ കിട്ടുകയും ചെയ്തു. എൻ്റെ പേര് ജോസ്. ഞാൻ വരുന്നത് തിരുവനന്തപുരം രൂപതയിൽ വിഴിഞ്ഞം ഇടവകയിൽ നിന്നാണ്. ഞാനൊരു പെയിൻ്ററാണ്. എനിക്ക് ഏകദേശം 27 ലക്ഷം രൂപയോളം കടബാധ്യതയുള്ള ഒരാളാണ്. വളരെ ബുദ്ധിമുട്ടി ജീവിച്ചിരുന്ന സമയമായിരുന്നു. അങ്ങനെ ഞാനൊരു വിസയ്ക്ക് വേണ്ടി അന്വേഷിച്ചു. 4-5 വർഷമായിട്ടും വിസയൊന്നും ലഭിച്ചില്ല. അവസാനം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് മാതാവ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുമ്പേ സഞ്ചരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം എഴുതി തയ്യാറാക്കാനായി പറഞ്ഞ് എന്നെ അയച്ചു. ഓഗസ്റ്റ് 30-ാം തീയതി ഞങ്ങൾ ഉടമ്പടി എടുത്ത് ജനുവരി 16-ാം തീയതി അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ വചനപ്രഘോഷണത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അച്ഛനിങ്ങനെ പറയുകയുണ്ടായി, വിസ നടക്കാതെ മാറ്റിവച്ചിരിക്കുന്ന പേപ്പറുകൾ വീണ്ടും എടുത്തുകൊണ്ട്
വിസ അടിക്കുവാനുള്ള കൃപ നൽകുന്നുവെന്ന്. ആ സമയം ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. അത് നടക്കാത്ത എൻ്റെ വിസ തന്നെയാണ്. അങ്ങനെ വീണ്ടും ഫെബ്രുവരി 16 ഞങ്ങളുടെ വിസ വീണ്ടും സബ്മിഷൻ ചെയ്യുകയും അച്ഛൻ പറഞ്ഞതും പ്രകാരം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് 5 എന്ന് പറയുന്ന ഒരു ഡേറ്റ് എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ 16 വിസയ്ക്ക് വേണ്ടി സബ്മിഷൻ ചെയ്യുന്നു. കറക്റ്റ് 5 ദിവസം കഴിഞ്ഞ് 21 ഞങ്ങളുടെ വിസ പാസ്സായി. 5 വർഷമായിട്ട് പാസ്സാകാതെ കിടന്ന വിസയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പാസ്സായി കിട്ടിയത്. 5 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് പാസ്സായി കിട്ടിയത്. ഞാൻ ഒരുപാട് അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു, ഈ ഒരു വിസ ഞങ്ങൾക്ക് സഫലമാക്കി തരികയാണെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും കുടുംബസമേതം പരിശുദ്ധ അമ്മയുടെ മുൻപിൽ, പരിശുദ്ധമായ അൽത്താരയുടെ മുൻപിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സാക്ഷികളാകാമെന്ന്. അങ്ങനെ പരിശുദ്ധ അമ്മ ഇപ്പോൾ ഞങ്ങൾക്കത് സാധിച്ചു തരികയും, കൂടാതെ ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പത്രം 2 ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പാവങ്ങളെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ഞങ്ങൾ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ വിസ അപ്ലൈ ചെയ്തത് ഓസ്ട്രേലിയക്കായിരുന്നു. അങ്ങനെ ഇത്രയും വർഷങ്ങളായിട്ട് നടക്കാത്തത് കൊണ്ട് ഞങ്ങൾ വചനമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വചനം, മനുഷ്യൻ കാര്യങ്ങൾ വിഭാവനം ചെയ്യും, അന്തിമ തീരുമാനം കർത്താവിൻ്റേതത്രേ. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ഉദ്ദേശിച്ചത് ഓസ്ട്രേലിയ ആണെങ്കിൽ ദൈവമായ കർത്താവ് ഉദ്ദേശിച്ചത് വേറെ ഏതെങ്കിലും രാജ്യങ്ങളായിരിക്കാം. അങ്ങനെ ഇപ്പോൾ എനിക്ക് വിസ ലഭിച്ചത് ജപ്പാനിലോട്ടാണ്.